ഹായ് ഓൾ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീഗൽ എൻവയോൺമെൻറ്റിലെ ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് ഫെമ, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ് ആക്ട്. 1999 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒന്നാണിത്. ഫോറിൻ എക്സ്ചേഞ്ച്, ഫോറിൻ സെക്യൂരിറ്റി തുടങ്ങിയിട്ടുള്ള എല്ലാ ട്രാൻസാക്ഷൻസും റെഗുലേറ്റ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ലോയാണ് ഫെമ എന്ന് പറയുന്നത്. ഇത് 1973 ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫെറ, ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ടിനെ റീപ്ലേസ് ചെയ്തുകൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇത് എഫക്റ്റീവായി തുടങ്ങിയത് ഫസ്റ്റ് 2000 ദെൻ നെക്സ്റ്റ് വരുന്നത് ഫെമ ആൻഡ് ഫെറ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. എന്തുകൊണ്ടാണ് ഫെറയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫെമ വന്നത് എന്നാണ്. നമുക്കറിയാം 1991 നമ്മുടെ ന്യൂ എക്കണോമിക് പോളിസീസ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ടൈമിൽ എല്ലാം പ്രൈവറ്റൈസേഷനും ലിബറലൈസേഷനും ഗ്ലോബലൈസേഷനൊക്കെ വന്നതോടുകൂടി ഫെറ എന്ന് പറയുന്നത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള റൂൾസാണ്. ഇതൊക്കെ ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി ഇൻട്രൊഡ്യൂസ് ചെയ്തതോട് കൂടിയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റെഗുലേറ്ററി അപ്രോച്ച് ആയിരുന്നു ഫെറ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേപോലെ ഈ ഒരു ഫോറിൻ അപ്രോച്ചിലൊക്കെ ക്രിമിനൽ ഒഫൻസ് ആയിട്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഇംപ്രിസൺമെൻറ്റ് വരെ പോസിബിൾ ആയിട്ടുള്ള ഒരു ലോ ആയിരുന്നു ഫെറ എന്ന് പറയുന്നത്. അതായത് കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ലോ ആയിരുന്നു ഫെറ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ന്യൂ എക്കണോമിക് പോളിസി വന്നതോട് കൂടിയിട്ട് ഇതിനൊരു മാറ്റം വേണമെന്നുണ്ടായിട്ട് വന്നതാണ് ഫെമ എന്ന് പറയുന്നത്, ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെൻറ്റ്. ഇതിൽ സിമ്പിൾ റൂൾസാണ് അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്, മാനേജ്മെൻറ്റ് അപ്രോച്ചാണ്. അതേപോലെ തന്നെ ട്രേഡ് ആൻഡ് പേയ്മെൻ്റ് ഒക്കെ വളരെ ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ചാണ്. ഇത് സിവിൽ ഒഫൻസ് ആയിട്ടാണ് കണക്കാക്കുന്നത്, അല്ലാതെ ഫെറയിലേതുപോലെ ക്രിമിനൽ ഒഫൻസ് ആയിട്ടോ പണിഷ്മെൻറ്റും കാര്യങ്ങളൊന്നുമില്ല. പണിഷ്മെൻ്റ് ഉണ്ട്, ഇംപ്രിസൺമെൻറ്റ് പോലെയുള്ള പണിഷ്മെൻ്റ് ഒന്നുമില്ല. ഇത് മോണിറ്ററി ആയിട്ടുള്ള പണിഷ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതായത് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ, എന്തെങ്കിലും ഒരു വയലേഷന് കണ്ടാൽ 3 ടൈംസ് ആയിട്ട് നമ്മൾ എത്രയാണോ വയലേറ്റ് ചെയ്തത് അതിൻ്റെ 3 ടൈംസ് ഇരട്ടിയാക്കിക്കൊണ്ടുള്ള മോണിറ്ററി പണിഷ്മെൻറ്റ് മാത്രമാണ് ഫെമയിലുള്ളത്. അല്ലാതെ ഫെറയിലതുപോലെ വളരെ റെഗുലേറ്ററി ആയിട്ടുള്ള ഒരു അപ്രോച്ച് അല്ല. അതുകൊണ്ടാണ് ഫെറയെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ഫെമ വന്നത്. ദെൻ ഫെമയെ കൺട്രോൾ ചെയ്യുന്ന അതോറിറ്റീസ് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് വൺ RBI, ഫ്രെയിംസ് റെഗുലേഷൻസ് ഫോർ ഫോറിൻ എക്സ്ചേഞ്ച്. ഫോറിൻ എക്സ്ചേഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള റെഗുലേഷൻസ് ഒക്കെ ഫ്രെയിം ചെയ്യുന്നത് RBI ആണ്. ദെൻ സെൻട്രൽ ഗവൺമെൻറ് മേക്ക് റൂൾസ്. ഈ ഒരു ഫെമ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ റൂൾസും റെഗുലേറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ദെൻ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ആൻഡ് എൻഫോഴ്സസ് പെനാൽറ്റീസ് ഇൻ കേസ് ഓഫ് വയലേഷൻസ്. ഏതെങ്കിലും തരത്തിലുള്ള വയലേഷൻസ് ഒക്കെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതിന് പെനാൽറ്റീസ് ഒക്കെ ഇമ്പോസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളെ ഫെമ റിലേറ്റഡ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ ഫെമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ഫെമ റിലേറ്റഡ് ആയിട്ടുള്ള 2 തരത്തിലുള്ള അക്കൗണ്ടുകളാണുള്ളത്, കറൻറ്റ് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും. കറൻറ്റ് അക്കൗണ്ട് നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മളിപ്പോൾ വിദേശത്തൊക്കെ ലണ്ടന് അങ്ങനെയുള്ള രാജ്യത്തൊക്കെ പഠിക്കാൻ പോകുന്ന സ്റ്റുഡൻസിന് നമ്മൾ നാട്ടിൽ നിന്ന് ക്യാഷ് ഒക്കെ അയച്ചു കൊടുക്കാറുണ്ട്. അതൊക്കെ ഒരു കറൻറ്റ് അക്കൗണ്ട് ട്രാൻസാക്ഷനാണ്. ഇത് മോസ്റ്റ്ലി ഫ്രീ ആണ്. അതായത് ഒരു സെർട്ടൈൻ ലിമിറ്റ് കഴിഞ്ഞാൽ RBIൻ്റെ പരിധിയിൽ വരും. എങ്കിലും മോസ്റ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. നമുക്ക് ഫ്രീ ആയിട്ട് അബ്രോഡിലേക്ക് മണി എഡ്യൂക്കേഷൻ പർപ്പസിനും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഒരു വിത്തിൻ എ ലിമിറ്റ്, അതായത് ഒരു ലിമിറ്റ് കടന്നാൽ അത് RBIൻ്റെ അനുമതി വേണം. എങ്കിലും മോസ്റ്റ്ലി ഫ്രീ ആയിട്ടുള്ള ഒരു അക്കൗണ്ടാണ് കറൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ദെൻ ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഇത് കൂടുതലും റെസ്ട്രിക്റ്റഡ് ആണ്, മോർ റെസ്ട്രിക്റ്റഡ്, നീഡ് RBI അപ്രൂവൽ ഫോർ മെനി കേസസ്. പല കേസിലും പ്രയർ അപ്രൂവൽ, RBIൻ്റെ പ്രയർ അപ്രൂവൽ വേണം. ഈ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മെയിനായിട്ടും യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഫോറിൻ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഫോറിനിൽ ഉള്ള നമ്മുടെ ഇന്ത്യൻ റെസിഡൻസ് എന്തെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റീസിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻസ് ഇൻക്ലൂഡ് ആയിട്ടുള്ളത്. ഇതിൽ RBIൻ്റെ പ്രയർ അപ്രൂവൽ ആവശ്യമാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് വരുന്നതാണ് പ്രൊവിഷനിൽ വരുന്നതാണ് ഓതറൈസ്ഡ് പേഴ്സൺസ്. ഓൺലി ഓതറൈസ്ഡ് ഡീലേഴ്സ് ബാങ്ക്സ് ക്യാൻ ഡീൽ വിത്ത് ഫോറിൻ എക്സ്ചേഞ്ച്. ഈ ഒരു ഫെമയുടെ പ്രൊവിഷനിൽ വരുന്നതാണ്. ബാങ്ക്സിന് മാത്രമേ ഓതറൈസ്ഡ് ഡീലേഴ്സായിട്ട് നിൽക്കാൻ പറ്റൂ, ഡീലിലൊക്കെ ഏർപ്പെടാൻ പറ്റൂ, ഫോറിൻ എക്സ്ചേഞ്ചിൽ ഏർപ്പെടാൻ പറ്റൂ എന്നുള്ളത് ഓതറൈസ്ഡ് പേഴ്സൺ ആയിട്ട് കണക്കാക്കുന്നത് ബാങ്ക്സിന് മാത്രമാണ്. അത് ഈ ഒരു ഫെമയുടെ പ്രൊവിഷനിൽ വരുന്നതാണ്. ദെൻ ലാസ്റ്റ് വൺ ഹോൾഡിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. റെസിഡൻസ് ക്യാൻ ഹോൾഡ് ഫോറിൻ കറൻസി ഓൺലി ആസ് പെർ RBI ലിമിറ്റ്സ്. RBI വെക്കുന്ന ലിമിറ്റ്സ് പ്രകാരം മാത്രമേ റെസിഡൻസിന് ഫോറിൻ കറൻസിയൊക്കെ ഹോൾഡ് ചെയ്യാൻ കഴിയൂ. ഇങ്ങനെയുള്ള പ്രൊവിഷൻസ് ഒക്കെയാണ് ഫെമ റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ നമുക്ക് ഒന്നുകൂടെ റിവൈസ് ചെയ്യാം. കറൻറ്റ് അക്കൗണ്ട് ട്രാൻസാക്ഷൻ,
ക്യാപിറ്റൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ, ഓതറൈസ്ഡ് പേഴ്സൺസ് ആൻഡ് ഹോൾഡിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. ഇവയാണ് ഫെമ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊവിഷൻസിൽ വരുന്നത്.